ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഈ ഒരു ഫേസിൻ്റെ ഫുള്ളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഷെയ്ഡിങ്ങാണ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം ഞാനിവിടെ 6B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഫേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ് വളരെ കുറവാണ്. അതാ നെറ്റിയുടെ ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന ഏരിയാസിൽ മാത്രം കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വരുന്നുള്ളൂ. അവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഭാഗം അങ്ങനെ തന്നെ വിട്ടേച്ചാൽ മതി. ബാക്കിയുള്ള ഭാഗമൊന്ന് ഷെയ്ഡ് എടുത്താൽ മതി. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, പെൻസിൽ കുറച്ചൊന്ന് ചെരിച്ച് പിടിച്ച് ഒന്ന് ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക. അതായത് നിങ്ങൾ ഡാർക്ക് ഉള്ള പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പോലും ഇതിലൊന്ന് ലൈറ്റായിട്ട് വേണം ഷെയ്ഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ഷെയ്ഡിങ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഓരോ തവണ ഷെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പേപ്പർ സ്റ്റമ്പോ ബ്രഷോ ടിഷ്യൂ പേപ്പറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിലുള്ള ബ്ലെൻഡിങ് ടൂൾ ഏതാണ് ആ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന ടൂൾ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ ഓരോ പാർട്ടും കാണുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി വന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ച് തന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. ഡ്രോയിങ് പഠിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഡ്രോയിങ് പഠിക്കാനുള്ള ഒരു മനസ്സും ചെറിയ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിച്ചെടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെറിയൊരു ടാലൻറ്റ് കൂടെ വേണം തീർച്ചയായിട്ടും. അത് നമുക്ക് ചിലപ്പോൾ ജന്മനാ കിട്ടുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. കാരണം പ്രാക്ടീസ് ചെയ്യുക, മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാർട്ട് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്ത് നോക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മൾ ആ ഒരു ഗിഡ്ലൈൻസ് വരയ്ക്കുന്ന ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗിഡ്ലൈൻസ് വരയ്ക്കുന്നത് നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഗിഡ്ലൈൻസ് ഇട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ A4 പേപ്പറാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നവരാണ് കളർ പെൻസിൽ ഡ്രോയിങ് ചോദിക്കാറുണ്ട്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് അടുത്ത ദിവസമൊക്കെ ആയിട്ട് ചെയ്യാം. കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ ചാനൽ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനും കൂടുതലായിട്ടും കളർ പെൻസിൽ ഡ്രോയിങ് പഠിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ നല്ല കാര്യമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വരച്ച് പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ പോലെ ഞാൻ കാണിച്ച് പോകുന്നതാണ് ഈ ഒരു വീഡിയോസിൽ, അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യുന്ന പോലെയല്ല, നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഷെയ്ഡിങ് ഒക്കെ ചെയ്ത് എടുക്കണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെൻസിൽ ഷെയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പേപ്പർ സ്റ്റമ്പോ ബ്രഷോ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഷെയ്ഡിങ് അവിടെ ബ്ലെൻഡായിട്ട് കിട്ടും. പക്ഷേ അങ്ങനെയല്ല, കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേപ്പർ സ്റ്റമ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്താൽ നമുക്ക് ബ്ലെൻഡായി കിട്ടത്തില്ല. അത് പെൻസിൽ ഉപയോഗിച്ച് തന്നെ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല സമയം വേണ്ടി വരുന്നൊരു കേസ് കൂടെയാണ്. അപ്പം അതൊക്കെ ഓർത്തിട്ടാണ് ഞാനത് വിട്ടുവിട്ട് പോകുന്നതെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്ക് ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. അപ്പം ആ ഒരു ഡ്രോയിങ് ഒക്കെ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രോയിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കളർ പെൻസിൽ ഡ്രോയിങ് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയാത്ത അല്ലെങ്കിൽ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് നമ്മൾ ആദ്യമൊക്കെ ആർട്ട് ലൈൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഡ്രോയിങ്ങുമുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ ബ്രസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മമിത ബൈജുവിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഈ പ്രേമലൊന്ന സിനിമയ്ക്കകത്ത് ഒരു ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അടിച്ചിട്ട് ഒരുപാട് നാളായിട്ടില്ല. അപ്പോൾ ആ ഒരു വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ആ ഒരു കളർ പെൻസിൽ സെറ്റിൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്കിൻ കളർ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്കിൻ കളർ അപ്ലൈ ചെയ്ത് പോയാൽ മതി. അപ്പം നേരത്തെ ഞാൻ ചെയ്ത ആർട്ട് ലൈൻ്റെ കളർ പെൻസിലിൻ്റെ അകത്ത് നമുക്ക് സ്കിൻ കളർ അവൈലബിൾ അല്ല. നമ്മൾ 2-3 കളർ മിക്സ് ചെയ്തിട്ടാണ് സ്കിൻ കളർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കളർ പെൻസിൽ സെറ്റ് വാങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിൻ കളർ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും.